അപ്പം നമ്മുടെ സമ്മർ വെക്കേഷനൊക്കെയാണ് ഇപ്പം ഇവിടെ ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾ വിചാരിച്ചു സമ്മർ വെക്കേഷനൊക്കെ അല്ലേ, ഇപ്പം വീട്ടിൽ കുത്തിയിരിക്കുന്നതിന് നമുക്ക് ചേഞ്ച് ഒക്കെ വേണ്ടേ. അപ്പോൾ ട്രാമ്പിലും മോണോ റെയിലും ഒക്കെ കയറി എക്സ്പീരിയൻസ് ചെയ്തിട്ടും പിന്നെ പറ്റുവാണെങ്കിൽ അറ്റ്ലാന്റിസിൽ കയറി ചായ ഒക്കെ കുടിച്ച് ഇങ്ങ് വരെ നമുക്ക് പോയിട്ട് വരാം. അപ്പൊ ഗൈസ് നമ്മളിപ്പോ എത്തിസലത്ത് മെട്രോ സ്റ്റേഷൻ വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ന് എത്തിസലത്ത് മെട്രോ സ്റ്റേഷൻ പോയി നമ്മൾ യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ പോയാൽ നമുക്ക് ഇവിടെ എത്താം ശോഭ മെട്രോ സ്റ്റേഷൻ. അപ്പൊ ഇതൊരു വലിയ ശോഭ റിയാലിറ്റി. അപ്പൊ ഗ്രീൻ ലൈൻ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മെട്രോ സ്റ്റേഷൻ. നമുക്കിനി യൂണിയനിലോട്ട് പോകണം. കമോൺ. അപ്പോൾ ഗൈസ് നമ്മൾ യൂണിയൻ മെട്രോ സ്റ്റേഷനിലെത്തി. നമുക്ക് ഇവിടുന്ന് ഇനി ഇവിടെ ശോഭ മെട്രോ സ്റ്റേഷനിലോട്ട് പോകണം. അപ്പോൾ അവിടെ നമുക്ക് പോവാം. അപ്പോൾ നമ്മളിന്ന് കാർഡ് അടിക്കണം. ബയോ ഗൈസ് നമ്മൾ ശോഭ റിയാലിറ്റി. ഇപ്പം നമ്മൾ പോകേണ്ടത് ഇവിടെ 18. അപ്പോൾ ഗൈസ് നമ്മൾ ശോഭ റിയാലിറ്റി ഇവിടെ മെട്രോ സ്റ്റേഷനിലെത്തി. ഇനി നമ്മൾ എക്സിറ്റ് നമ്പർ 2 പോയി നമുക്ക് എവിടെ പോകണ്ടേ? നമുക്ക് ട്രാം കയറണം. 6th പ്ലാറ്റ്ഫോമിലാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. കമാ. അങ്ങനെ ഞങ്ങൾ അടുത്ത ട്രാമിൽ കയറാൻ പോവാണ്. ദുബായ് മെട്രോ കഴിഞ്ഞിട്ട് ട്രാമിൽ അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ട്രാം ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ്. ഞങ്ങൾക്ക് അറിയില്ല. കയറി നോക്കാം. നമ്മൾ അൽസോഫി കയറി ട്രാമാണ്. അപ്പോൾ അൽസോഫ് ട്രാം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രാം. ഇപ്പോൾ അൽസോഫ് ട്രാമിൽ നമ്മൾ കയറി എക്സിറ്റ് പാംജോ. നമ്മൾ പാംജോയിലോട്ടാണ് അടുത്ത സ്റ്റോപ്പ്. അപ്പോൾ നമ്മൾ ട്രാമിൽ കയറണം. ഓക്കെ റെഡി കയറുവാണ്. നമ്മളിവിടെ കയറി. കമോൺ. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ട്രാമിൽ കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ഗൈസ് ഇത് റോഡിൽ കൂടെയാണ് ഇത് പോകാൻ പോകുന്നത്. ഇപ്പോൾ ഗൈസ് ഇതുണ്ടോ, ഇവിടെയാണ് നമ്മൾ റോഡിൽ കൂടെ പോകുന്നതാണ് റാം. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത സ്റ്റോപ്പ് പാംജോറിലെത്തി. നമുക്ക് പോവാം. അടുത്ത സ്റ്റോപ്പാണ് ഇറങ്ങാൻ പോവാണ്. അവിടുന്ന് നമ്മൾ അടുത്ത മോണോ റെയിൽ കയറാം. അപ്പോൾ ഗൈസ് നമ്മൾ എത്തിയിരിക്കുന്നു. എവിടെയാണ്? പാംജുമേറ. അടുത്ത നമ്മൾ പോകുന്നത് മോണോ റെയിലാണ്. നമ്മളിനി അടുത്തത് മോണോ റെയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മോണോ റെയിൽ കയറി നമ്മൾ അറ്റ്ലാന്റിസിൽ പോവുകയാണ്.
ചായ കുടിക്കാനാണോ അറ്റ്ലാന്റിസ് പോകുന്നത്? അപ്പോൾ ഗൈസ് നമ്മൾ മോണോറെയിലിൻ്റെ ടിക്കറ്റ് എടുത്തു. നമുക്ക് ഇപ്പോൾ ഇതൊരു ഫാമിലി പാക്ക് 4 പേർക്കുണ്ടെങ്കിൽ നമുക്ക് ഓഫർ കിട്ടും. പിന്നെ ലോക്കൽ കാർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 96 ഓഫർ കിട്ടും. അപ്പോൾ നമുക്ക് പോകാം. പെർ പേഴ്സൺ 30 dirhams. അപ്പോൾ നമുക്ക് പോവാം. മോണോറെയിലിലൂടെ ഞങ്ങൾ കയറി. നമുക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടി. മോണോറെയിലിന്റെ പ്രത്യേകത ഒറ്റ ബ്രിഡ്ജാണ്, ലൈക്ക് ഒറ്റ ട്രാക്കാണ്. ഈ ഒറ്റ ട്രാക്കിൽ കൂടെയാണ് ഇത് പോകാൻ പോകുന്നത് കേട്ടോ. ഉടനെ പോകാൻ പറ്റും കേട്ടോ ഒരു സമയത്ത്. അങ്ങേ സൈഡിൽ കിട്ടില്ല. ഇതാണ് ഇത് എൻഡ്. ഇത് എൻഡ്. നേരെ വെള്ളത്തിൽ പറ്റാൻ ഞങ്ങൾ ജമ്പ് ചെയ്ത് വെള്ളത്തിൽ നേരെ വെള്ളത്തിൽ പറ്റാണ്. നമ്മളെവിടെ നിന്ന് പോവാ ഇറങ്ങുവാണ്. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തി. എന്തിനാണ്? ചായ കുടിക്കാൻ. അറ്റ്ലാന്റിസ് നമ്മളെ വന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ വന്നു. അറ്റ്ലാന്റിസ് നമ്മൾ ചെക്കൗട്ട് ചെയ്തു. ഇനി നമ്മൾ മാളിൽ കയറാൻ പോകണം. മാൾ എവിടെ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, എന്നാൽ നമ്മൾ തപ്പി പിടിക്കാൻ പോകുന്നു. ഐസ്. അപ്പോൾ നമ്മൾ മാൾ കണ്ടുപിടിച്ചു. ചെറിയ മാളാന്ന് അവർ പറഞ്ഞേ. നമുക്ക് മാളിൽ പോയി ചുമ്മാ നോക്കിയിട്ട് വരാം. വാ, ഇതൊക്കെയുള്ള നാളത്തിൽ അതാണ് ഗൈസ്. അവിടെ പോകണം. അപ്പോൾ ഗൈസ് നമ്മൾ മാളിലെത്തി. ഇതാണ് അറ്റ്ലാന്റിസിലെ മാൾ. കണ്ടിട്ട് കുഴപ്പമില്ല. ഹാവ് എ ലക്ഷറി ഫീൽ. എല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്യാൻ നമ്മൾ വെരി സ്മോൾ. അതവർ പറഞ്ഞു ജസ്റ്റ് ഒരു 10 minutes ഒക്കെ ഉള്ളൂ. ഞങ്ങളെല്ലാം ഇവിടെ വന്ന സമയത്ത് ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരിക്കുക. അപ്പം നമ്മൾ വന്നതല്ലേ, നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കാമല്ലോ. ലൈക്ക് പുറയിലൊക്കെ നല്ല പുകയൊക്കെ വെച്ച് അടിപൊളി സെറ്റപ്പ്. നമ്മളൊരു ഇപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ വന്നാൽ നമ്മളുള്ളത് ഗോർഡൻ റാംസയുടെ ഹോട്ടലിലാണ്. നമുക്കറിയാം, എല്ലാവർക്കും അറിയത്തില്ലേ, ഷെഫാണ്. അയാളുടെ ഹോട്ടലിലാണ് ഉള്ളത്. നമ്മള് ഒരു ഐസ്ക്രീം കഴിക്കാൻ എന്ന് പറയാം. പക്ഷെ ഒരു സ്കൂപ്പ് 25 കത്തിക്കുന്ന വിലയാണ് ഗൈസ്. നെറ്റ് ഒരു പിസിക്ക് എത്ര ഗൈസ്? അത്ര ക്യാഷ് വന്നില്ല. നമുക്ക് മാള ഫേവറേറ്റ്സിൽ പോയി വല്ല കഴിക്കാം, ഫുഡ് കഴിക്കാം. ഇവിടെ നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പറ്റുമോ നോക്കാം. എന്നിട്ട് ഐസ്ക്രീം കഴിക്കാം. നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ചു. ഒന്ന് കുക്കീസ് ആൻഡ് ക്രീമും പിന്നെ ഏതാ പിസ്താഷ്യോ. ഇത് നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ചു. 50 dirhams ഗൈസ്. ടു കോസ്റ്റ്ലി. അപ്പോൾ ഗൈസ് നമ്മൾ ഇത് കഴിച്ച് കഴിഞ്ഞു. ഏതാ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ചുമ്മാ മാളൊന്ന് കറങ്ങി നോക്കിയിട്ട് വരാം. കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ജസ്റ്റ് ഒന്ന് കറങ്ങി വരാം. നമ്മളിവിടെ കറങ്ങാം. അപ്പോൾ ഗൈസ് ഇത് ഒരു പെയിൻറ്റിംഗ് ആണ്. ഇവിടുത്തെ ഇത് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയെന്ന് പറയുന്നത് ഉണ്ട്. അതിനകത്ത് ഇത് ഉണ്ടാക്കിയത് ഇവിടുത്തെ പാം ഇവിടെ നിന്നാണ്. ഇത് വായിച്ചാൽ മനസ്സിലാവും. ഇതൊക്കെ മോഡേൺ പെയിൻറ്റിംഗ് ആണ് ഗൈസ്, കണ്ടോ?
അപ്പോൾ ഗൈസ് നമ്മളിവിടെ കയറി അക്വേറിയൊക്കെ കണ്ടു. നല്ല അടിപൊളി അക്വേറിയൊക്കെ കേട്ടോ, നമുക്ക് കാണാൻ പറ്റുന്ന ടൈപ്പ് നല്ല അക്വേറിയാണ്. ഗിഫ്റ്റ് ഷോപ്പാണ് എന്താണ് പക്ഷേ നമ്മളിവിടുന്ന് ഇറങ്ങി ഇനി അങ്ങോട്ട് നടക്കുവാണ്. നമ്മളിപ്പോൾ അവിടുന്ന് വന്നു, ഇനി അങ്ങോട്ട് പോവാം. നമുക്കിനി എക്സിറ്റ് അടിക്കാം. ഇനി എന്താ വെളിയിൽ എന്തൊക്കെയുണ്ട് പോയി നോക്കിയിട്ട് വരാം. കമോ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഒരു വാട്ടർ പാർക്കിൻ്റെ ഇതാണ്. വാട്ടർ പാർക്കിൻ്റെ സെറ്റപ്പൊക്കെയാണ്. വാട്ടർ പാർക്കിലൊക്കെ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇന്ന് എന്തായാലും അതിനില്ല, എന്തായാലും ചൂടാണ്, അതുകൊണ്ട് നമുക്ക് ആ ഒരു പരിപാടിയില്ല. പിന്നെ അകത്ത് വേണ്ടി കയറി അടുത്ത ആകാശം നോക്കാം. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് പോവാം. ഇവിടെ എന്താ സംഭവം പോയി നോക്കിയിട്ട് വരാം. നടക്കുക, പോവുക, എന്തൊക്കെയാണ് നമ്മൾ നോക്കുക, അതാണ് സംഭവം. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. അവിടെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. എന്നാലും എൻ്റെ കൂടെ ഇങ്ങനെ ബാക്കിലോട്ടൊക്കെ ഇറങ്ങിയാണ്. നമ്മൾ വാഷ്റൂമിൽ വന്നാണ്. നമ്മൾ റെസ്റ്റ് റൂം അല്ല വാഷ്റൂമൊക്കെ പോയി കഴിഞ്ഞു. ഇനി കുറച്ച് ഇങ്ങോട്ട് വന്നു. ഇതെന്താ ഇവിടെ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. ഇതൊക്കെയുണ്ട് ഗൈസ്. ഹോട്ടലാണോ? ഹോട്ടൽ, സ്റ്റേക്ക് ഹൗസ്. നമ്മളിങ്ങനെ കാണുന്നു തിരിച്ചു വരുന്നു, കാണുന്നു തിരിച്ചു വരുന്നു, അങ്ങനെ സംഭവം. ഗൈസ് മാള കഴിഞ്ഞു, നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുവാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അറ്റ്ലാന്റിസ് വരിക, ഇവിടെ പുറത്തുനിന്ന് കറങ്ങാൻ. ഇവിടെ ഒരു അഡ്വഞ്ചർ പാർക്ക് ഉണ്ട്, ദാറ്റ് ഇസ് ബിഗസ്റ്റ് എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് അറിഞ്ഞൂടാ. അതിനകത്തോട്ട് കയറാനൊന്നും ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. അതിനൊക്കെ വരണമെങ്കിൽ നമ്മളൊരു 1 day ഫുൾ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യണം. പക്ഷെ നമ്മൾ പെട്ടെന്നുള്ള പരിപാടി ആയതുകൊണ്ട് ഇതിന് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അറ്റ്ലാന്റിസ് ഒക്കെ ഒന്ന് കറങ്ങി, അവിടുത്തെ മാളൊക്കെ ഒന്ന് കറങ്ങി ഇപ്പോൾ തിരിച്ച് നമ്മൾ മോണോറെയിലൊക്കെ തിരിച്ച് വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടുന്ന് എൻഡ് ചെയ്യുകയാണ്. ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറയാം, എല്ലാവരും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മൾ പോവാ. നമ്മൾ ഇവിടുന്ന് വീഡിയോ എൻഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീഡിയോ എൻഡ് ചെയ്യണം. ശരി, ബൈ ബൈ. അപ്പോൾ ബൈ.